ഇന്ന് ലോക മാതൃഭാഷാ ദിനം. ഭാഷ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തെക്കാളും മതത്തെക്കാളും ജാതിയെക്കാളും മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ളതാണ് എന്ന് ഒരു ഘട്ടത്തിൽ കുറച്ച് സർവകലാശാല വിദ്യാർത്ഥികൾ ലോകത്തോട് ഉറപ്പിച്ചു. 1952 ഫെബ്രുവരി 21 ധാക്കയിൽ കുറെ യുവാക്കളായ വിദ്യാർത്ഥികൾ ഞങ്ങളുടേതല്ലാത്ത ഭാഷയിൽ ഞങ്ങളെ പഠിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് കിഴക്കൻ പാകിസ്ഥാനിലെ ഭരണാധികാരികളോട് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഭരണാധികാരികളോട് അവർ ഉറക്കെ പറഞ്ഞു. അപ്പൊ ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം ജനാധിപത്യത്തിനുള്ള സമരമാണ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനുള്ള സമരമാണ് എന്ന് അവിടുത്തെ തൊഴിലാളികളും കർഷക തൊഴിലാളികളും എല്ലാവരും മനസ്സിലാക്കി. അങ്ങനെ ആ സമരം അവിടെ എല്ലാവരും കൂടി സാധാരണ സമരം ഉണ്ടായാൽ അവിടെ വെടിവെപ്പുണ്ടാവും. അതുപോലെ അന്ന് അവിടെ വെടിവെപ്പുണ്ട്. ആ വെടിവെപ്പില് 5 വിദ്യാർത്ഥികൾ മരിച്ചു എന്നാണ് കണക്ക്. പക്ഷെ 5 ഒതുങ്ങില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഭാഷയുടെ മാഹാത്മ്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ആത്മാഹുതി ചെയ്ത ആ യുവാക്കളുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് യുനെസ്കോ ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ആചരിക്കുന്നത്. 2000 പാരീസിലാണ് യുനെസ്കോ ആദ്യമായി ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു തുടങ്ങി. ഭാഷ സ്നേഹിക്കുക മാത്രമല്ല, സ്വന്തം ഭാഷയെ സ്നേഹിക്കുന്നതിനോടൊപ്പം മറ്റുള്ള ഭാഷകളെയും അവരുടെ സംസ്കാരത്തെയും സ്നേഹിക്കാൻ പഠിക്കുക, അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് മാതൃഭാഷാ ദിനത്തിന്റെ അന്തസത്ത. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ മാതൃഭാഷ എന്ന് പറഞ്ഞ് നമ്മൾ വിലപിക്കാറുണ്ടെങ്കിൽ എല്ലാ ഭാഷകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാധാന്യമുള്ളതാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം കുറെ അക്ഷരങ്ങൾ ചേരുമ്പോൾ ഭാഷയാണ്. സത്യത്തിൽ അക്ഷരങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് ഭാഷ. ആ പ്രദേശത്തിന്റെ സംസ്കാരമാണ് അവിടുത്തെ ഭാഷ. അപ്പോ ചില ഭാഷകൾ ചില സമൂഹങ്ങളിലെ തനിമ നിലനിർത്തണമെങ്കിൽ അവിടുത്തെ ഭാഷ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ യുനെസ്കോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ എല്ലാ വർഷവും ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം എന്തിനാണ് ഭാഷ സംസാരിക്കുക, എന്താണ് നമ്മൾ സംസാരിക്കുക? മലയാളം നമ്മുടെ ഭാഷ അല്ലെ? ആ ഭാഷയിലൂടെ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? എന്താണ് നമ്മുടെ ഭാഷയോട് സംസാരിക്കുന്നത്? കാര്യങ്ങൾ. എന്ത് കാര്യങ്ങൾ? നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയും അല്ലെ? അപ്പൊ മനുഷ്യന്റെ വിചാരങ്ങൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിന് വേണ്ടി അല്ലെ? നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ വിചാരങ്ങൾക്ക് മറ്റുള്ളവരുടെ വിനിമയം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ഭാഷയെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു പ്രദേശത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിന്റെ സംസ്കാരമാണ് അല്ലെ? ആ ഭാഷ കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ നമുക്കറിയാം, ചില ഭാഷ കേൾക്കുമ്പോൾ ആരെ കണ്ടില്ലെങ്കിലും നമ്മൾ പറയും അത് ഇന്ന സ്ഥലത്തെ ഭാഷയാണെന്ന് പറയാറില്ലേ അല്ലെ? നമ്മളിപ്പോ ധാരാളം സിനിമകളൊക്കെ കാണുന്നവരാണ് നമ്മൾ. ഓരോ സിനിമകളിലെയും ആ നായകനോ അല്ലെങ്കിൽ
106 ഭാഷകൾ. കൂടുതൽ ആൾക്കാർ അതായത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 7106 ഭാഷകളാണ് ലോകത്തിലുള്ളത് നമ്മൾ പറയുന്നത്. അതില് 1569 ഭാഷകൾ മരിച്ചുകൊണ്ടിരിക്കുക. ഭാഷകൾ ഇല്ലാതാവുന്നതിൽ 1-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ആ തനതായ ഭാഷകൾ ഇല്ലാതാവുന്നതിൽ 1-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യയിലെ 169 ഭാഷകൾ ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഭാഗ്യം അതിൽ മലയാളം പെട്ടിട്ടില്ല കേട്ടോ. അതൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോ 169 ഭാഷകൾ ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. എന്താണ് ഭാഷ പോകാനുള്ള കാരണം എന്താണ്? അതാരും ഉപയോഗിക്കാതെയാവും. കുറച്ച് കഴിയുമ്പോൾ ഭാവിയില് നമ്മുടെ മലയാളത്തിനെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ അവസ്ഥയും ഭാവിയിൽ എന്താവും? 170ാമത്തെ ഭാഷയായി ചിലപ്പോൾ മലയാളവും മാറാം. പിന്നെ എന്താണ് മലയാളം? അല്ലെ, മലയാളം നമ്മുടെ ഭാഗ്യമാണെന്നാണ് പറയാറ്. കേരളത്തിലെ ഭാഷയാണ് മലയാളം. അല്ലേ? മലയും ആഴവും. ആഴം എന്നറിയോ? സമുദ്രം. മലയും ആഴവും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ ഭാഷയാണ് മലയാളം. ഇതിൽ തരം ഭാഗ്യം വേറെ എന്തുവാണ്? നമുക്ക് നമ്മുടെ ഭൂപ്രകൃതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഭാഷ ഉണ്ടായത്. അല്ലേ? നമ്മുടെ ഭാഷയിൽ നമുക്കറിയാം ഒരുപാട് പ്രധാനപ്പെട്ട കൃതികള്, ധാരാളം കൃതികള് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളീയന്റെ ആത്മാവിന്റെ, അല്ലെ, അവന്റെ അനുഭവത്തിന്റെ, അവൻ നേടിയ അറിവുകളുടെയൊക്കെ ആത്മാവിഷ്കാരമാണ് ഓരോ മലയാളിയുടെയും ഭാഷ. പക്ഷെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അല്ലെ, നമ്മുടെ മേഘ സന്ദേശം മറ്റ് ചരിത്രങ്ങളിലൊക്കെ പോയി ഇപ്പൊ നമ്മള് ഇന്റർനെറ്റ്, മൊബൈല്, SMS, അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയി അവസാനം എന്തായി? നമ്മൾ 2-3 അക്ഷരങ്ങൾ കുറിക്കുമ്പോൾ തന്നെ നമ്മള് ഇങ്ങനെ SMS ആയിട്ട് മൊബൈലിൽ കൂടെ ഇന്റർനെറ്റുകള്, കമ്പ്യൂട്ടർ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളിപ്പോ മലയാളം ഇംഗ്ലീഷ് ഭാഷയുടെ മുന്നിൽ ഇങ്ങനെ അടിയറവിച്ചു. അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചു. ഒരു മൊബൈൽ കിട്ടിയാല്, അല്ലേ, വേറെ നമ്മുടെ ഇംഗ്ലീഷ് മാത്രമാണ്. നമ്മൾക്കൊക്കെ നമ്മുടെ പ്രശ്നമൊക്കെ എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് അറിയില്ല എന്നാണ് നമ്മുടെയൊക്കെ പ്രശ്നം. സത്യത്തിൽ നമുക്ക് മലയാളം അറിയുന്നുണ്ടോ നമ്മുടെ കുട്ടികൾക്ക്? തെറ്റുകൂടാതെ ഒരു 10 വാക്ക് പറഞ്ഞാൽ തെറ്റുകൂടാതെ മലയാളം എഴുതാൻ അറിയാവുന്ന കുട്ടികൾ ഇപ്പൊ നമ്മുടെ മലയാളം മീഡിയത്തിൽ വളരെ കുറവാണ്. കാരണം നമ്മള് മലയാളം ശരിയായ രീതിയിൽ മലയാളം പഠിച്ചിരുന്നു. ഒരു പരിധി വരെ നമ്മുടെ വിദ്യാഭ്യാസ രീതി അതിന് കാരണമാണ്. സ്വന്തമായി രചനാത്മകമായ രീതിയിൽ നമ്മളെ കുട്ടികൾക്ക് സംഭാവനകൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പഠനം അവിടെ നടക്കുന്നില്ല. അല്ലെ? നമ്മുടെ കൈകാലുകൾ നമ്മളെ അനായാസം ചലിപ്പിക്കുന്ന ഒരു സംവിധാനം പോലും ഇപ്പൊ നമ്മുടെ വിദ്യാലയങ്ങളില്ല. നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ആണെങ്കിൽ വെറും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം മാത്രമുണ്ട്. അല്ലെ? ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. എന്റെ കുട്ടിക്ക് മലയാളം അറിയില്ല. വളരെ ഭ്രമയോടെ പറയുന്ന ഒരുപാട് നാട്ടുകാരും രക്ഷിതാക്കളും മലയാളികൾ നമുക്കുണ്ട്. എവിടെ ഒരു കല്യാണത്തിൽ നിന്ന് പോയിക്കോളൂ, ഒരു പരിചയത്തിൽ പോയിക്കോളൂ, കണ്ണൂക്ക് കാണാൻ പോയിക്കോളൂ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും വിശേഷങ്ങളിൽ പോയിക്കോളൂ, അവിടെയൊക്കെ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് സംസാരിക്കുന്നത് എന്റെ കുട്ടി ഇന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. എപ്പൊ എങ്ങനെയാണ് കുട്ടി പഠിക്കാൻ? കുഴപ്പമില്ല, മലയാളത്തിൽ മാത്രമാണ് കുറവ്. ബാക്കി എല്ലാവരും ഫുള്ളായിട്ടുള്ള പക്ഷെ മലയാളത്തിൽ അവർക്ക് എത്ര അഭിമാനത്തോടെ നമ്മൾ പറയുന്നത്. എന്നാലോചിച്ചു, നമ്മുടെ സ്വന്തം പെറ്റമ്മയെ എന്റെ അമ്മ എനിക്ക് അറിയില്ല, എന്റെ അമ്മയെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് നമ്മുടെ മലയാളം നമ്മൾക്ക് അറിയില്ല എന്ന് പറയുന്നു. വേറെ രാജ്യക്കാരും വന്നിട്ട് നമ്മുടെ മലയാളത്തെ സംരക്ഷിക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ മലയാളം നിലനിർത്തേണ്ടത് ആർക്ക് ആവശ്യമാണ്? നമുക്ക് തന്നെ ആവശ്യമാണ്. അല്ലേ? നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. ആ തമിഴ്നാട്ടിലെ ജനത അവിടുത്തെ മാതൃഭാഷയായ തമിഴിനെ സ്നേഹിക്കുന്നത് നിങ്ങൾ
ആണെങ്കിലോ ആർക്കും വേണ്ടാത്ത, ഒരു ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത രീതിയിലാണ് മലയാളത്തിൽ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലുണ്ടായ സംഭവമാണ് അല്ലേ? മലയാള ഭാഷ സംസാരിച്ചതിന് തലമൊട്ടടിച്ച സ്കൂളുകളുണ്ട്. നമുക്ക് മുതുകത്തെ പോസ്റ്ററേറ്റ് ഒട്ടിച്ച സ്കൂളുകളുണ്ട്. ഞാൻ ഇനി മലയാളം സംസാരിക്കില്ല, ഞാൻ ഇനി മലയാളം സംസാരിക്കില്ല എന്ന് 150 പ്രാവശ്യം എഴുതിപ്പിച്ച സ്കൂളുകളുണ്ട് നമുക്ക്, അല്ലേ? അപ്പോ നമ്മൾ എവിടെ ചെന്നാലും ഏത് പ്രയാസങ്ങളിൽ പെട്ടാലും ഏറ്റവും ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ നമ്മുടെ വികാരങ്ങള് പെട്ടെന്ന് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ വരുള്ളൂ. നിങ്ങളൊരു സിനിമ കണ്ടത് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്. മമ്മൂട്ടി ഒരു കുറ്റാന്വേഷകനായിട്ടാണ് അല്ലേ? ഏതോ ഒരു കള്ളക്കടത്തുകാരിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ മുറിയിൽ ചെല്ലും. ഹോട്ടൽ മുറിയിൽ ചെല്ലുമ്പോൾ ഏതാ സിനിമ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അവരോട് പറയുള്ളൂ. ഹോട്ടൽ മുറിയിൽ ചെല്ലുമ്പോ മമ്മൂട്ടിയെ കാണുമ്പോൾ ഈ സ്ത്രീ ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. മമ്മൂട്ടി എന്തൊക്കെ തിരിച്ചു മറിച്ച് ചോദിച്ചിട്ടും ഇംഗ്ലീഷ് ഹിന്ദി മാത്രമേ പറയുള്ളൂ. പക്ഷെ മമ്മൂട്ടിക്ക് ഓൾറെഡി അറിയാം ഇത് മലയാളിയായ ഒരു സ്ത്രീയാണ്. അപ്പൊ എന്ത് ചെയ്തു? മമ്മൂട്ടി ബാലനടക്കി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അയ്യോ അതാ പാമ്പ്, പാമ്പ് പറഞ്ഞപ്പോ അവര് അതുവരെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ സംസാരിച്ചിരുന്നവര് അയ്യോ എന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് ചാടും. അപ്പൊ നോക്കൂ, ഏതൊരു അപകടഘട്ടത്തിലാണെങ്കിലും അതുപോലെ വളരെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ കാണുമ്പോ എന്തായിരിക്കും നമുക്ക് തോന്നാം? നമ്മളറിയാതെ ഒരു സന്തോഷത്തിനായിട്ട് നമുക്ക് നമ്മുടെ മാതൃഭാഷയെ നമുക്ക് പറയാൻ കഴിയുള്ളൂ പെട്ടെന്ന്, അല്ലേ? സങ്കടം വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ കഴിയുക മാതൃഭാഷയിലാണ്. വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ കഴിയുക മാതൃഭാഷയിലാണ്, അല്ലേ? നമ്മുടെ സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും എല്ലാം പങ്കുവെക്കാൻ നമുക്ക് എന്ത് കൂടിയേ തീരുള്ളൂ? നമ്മുടെ മാതൃഭാഷ കൂടിയേ തീരുള്ളൂ. നമുക്കറിയാം, നമ്മുടെ കവികള്, മഹാകവികൾ, നമ്മുടെ മുരുകൻ പറഞ്ഞു, മഹാകവികള് മലയാള ഭാഷയെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞ കവികളുണ്ട്. അതിൽ നമുക്കറിയാം മഹാകവി വള്ളത്തോൾ എന്റെ മലയാളം എന്ന കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ, അല്ലേ? മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിൻ നീളം മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിരുന്നിതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മക്കനോ പെറ്റമ്മ തൻ ഭാഷതാൻ. എന്താണ് കവി പറഞ്ഞത്? മാതൃഭാഷ അമ്മയാണ്, അല്ലേ? നമ്മൾ നമ്മുടെ പെറ്റമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷയെ നമ്മൾ സ്നേഹിക്കണം. മറ്റുള്ള ഭാഷകളൊക്കെ എന്താണ്? നമ്മുടെ രണ്ടാനമ്മമാർ പോലെയാണ്, ഒറ്റമ്മമാർ പോലെയാണ്. അതൊക്കെ നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവോ? ഇല്ല. നമ്മുടെ അമ്മ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം നമ്മൾ എന്തിനു കൊടുക്കണം? നമ്മുടെ മാതൃഭാഷയ്ക്ക് കൊടുക്കണം. പക്ഷേ എന്നാൽ ഇന്നത്തെ നമ്മുടെ മാതൃഭാഷയുടെ അവസ്ഥ എന്താണ്? മാതൃഭാഷയുടെ അവസ്ഥ? മലയാളം സംസാരിക്കുന്നത് കുറ്റകരമാണ്, അല്ലേ? മലയാളം അറിയില്ല. പക്ഷെ നമ്മുടെ ഭാഷ ഒട്ടും മോശമല്ല കേട്ടോ. 2796 ഭാഷകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ മലയാളത്തിന് 77ാം സ്ഥാനമുണ്ട് ലോകത്തിൽ. ഇന്ത്യയിലെ 13 പ്രധാനപ്പെട്ട ഭാഷകൾ എടുത്താൽ അതിൽ 9ാം സ്ഥാനമുണ്ട് മലയാളത്തിന്. അപ്പൊ നമ്മുടെ ഭാഷ മോശമൊന്നുമില്ല. ചരിത്രം എടുത്തു നോക്കിയാലും ഇപ്പോഴത്തെ സ്ഥിതി വരെ കണക്കെടുത്ത് നോക്കിയാലും മലയാള ഭാഷ മോശമൊന്നുമില്ല. അപ്പൊ നമ്മൾ മലയാളികളാണ്, എന്റെ ഭാഷ മലയാളമാണ്, ആ മലയാളത്തിൽ മാത്രമേ ഞാൻ എന്റെ കാര്യങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കൂ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് നമ്മൾ അഭിമാനമായി തന്നെ കാണേണ്ടതുണ്ട്, അല്ലേ? പക്ഷെ നമ്മുടെ ഒരു അവസ്ഥ എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് നമ്മുടെ ഭാഷയാ. നമുക്ക് എപ്പോഴാ ഭാഷാസ്നേഹം വരാറിയോ നിങ്ങൾക്ക്? നമ്മുടെ വിദേശങ്ങളിലൊക്കെ പോയി അവിടെ ഇങ്ങനെ ചെന്ന് കുറെ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നത് ഭാഷയുടെ പേര്. അപ്പോഴാണ് മലയാളത്തിൽ ഇത്ര ഗവ എഴുതണം. പിന്നെ നമ്മൾ ലോക മലയാള സമ്മേളനങ്ങളൊക്കെ നടത്താറുണ്ട്. അവിടെയൊക്കെ ആരെ പ്രസംഗിക്കേണ്ടതറിയോ? മലയാളമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത
തോന്നാറ് ഇതിപ്പോ എവിടെയെങ്കിലും വന്ന ആൾക്കാരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകാറ്. മലയാളമല്ല ഇംഗ്ലീഷും അല്ലാത്ത നമ്മൾ പറയാറുള്ളത് മംഗ്ലീഷ് ഭാഷ സംസാരിക്കുക. മലയാളം നമുക്ക് പറയാൻ അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ചാനൽ അവതാരകർ, അതുപോലെ ചില പ്രസംഗ തൊഴിലാളികൾ എന്ന് പറയാറുണ്ട്, പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നത് അവരും അങ്ങനെയാണ്. മലയാളവും ഇംഗ്ലീഷും മറ്റു ഭാഷകളെ കൂട്ടിക്കലർത്തി തങ്ങളുടെ പാണ്ഡിത്യം ഇങ്ങനെയാണെന്ന് അറിയിക്കുന്ന രീതിയിൽ നമ്മുടെ മലയാള ഭാഷയെ പിച്ച് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയും. ആ സമയത്തൊക്കെ മാതൃഭാഷ സ്നേഹികളായ ഓരോ കേരളീയനും അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് തോന്നും ഈ മലയാളത്തിന്റെ പ്രാധാന്യം കുറയാനുള്ള മറ്റൊരു പ്രധാന കാരണമുണ്ട്. നമ്മുടെ സ്കൂളിൽ, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളുടെ അധിപത്യം അല്ലെ. ഇപ്പൊ നമുക്കൊരു പഞ്ചായത്തിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൊതുവിദ്യാലയങ്ങളുണ്ട്, സർക്കാർ വിദ്യാലയങ്ങളുണ്ട്, എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്. അതിനൊക്കെ പുറമെ കൂടുതൽ പോലെ മുളച്ചു പൊങ്ങുന്ന ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്താണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ അവസ്ഥ? അവിടെ മലയാളം മാത്രം പഠിപ്പിക്കില്ല. ഒരു സംസ്ഥാനത്ത് ഇതുപോലെ മാതൃഭാഷ തള്ളപ്പെടുന്ന മറ്റൊരു സംസ്ഥാനം ലോകത്തുണ്ടാവില്ല. സ്വന്തം ഭാഷയെ തള്ളിപ്പറയുന്ന ഒരു ജനസമൂഹം മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു നാട്ടിലുണ്ടാവും. പക്ഷെ നമുക്കറിയാം, ജോലികളൊക്കെ കിട്ടണമെങ്കിൽ, നല്ല ജോലിയിലൊക്കെ എത്തണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചത് കൊണ്ട് കുഴപ്പമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇംഗ്ലീഷ് ഭാഷയേക്കാൾ പ്രാധാന്യം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും മലയാള ഭാഷയ്ക്കും കൊടുക്കാൻ നമ്മൾ തയ്യാറാവും. അപ്പോ മലയാള ഭാഷയിൽ മലയാളത്തിൽ ഇത്ര മാർക്ക് കിട്ടിയാലേ, എന്നെ ഗ്രേഡ് കിട്ടിയാലേ ആ കുട്ടിക്ക് ഉപരിപഠനത്തിന് അർഹത കിട്ടൂ എന്നൊരവസ്ഥ വന്നാൽ തീർച്ചയായും കുറച്ചുകൂടി നമ്മുടെ ഭാഷയ്ക്ക് രക്ഷപ്പെടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രശ്നം നമ്മളിപ്പോൾ വായിക്കാറില്ല. നമ്മുടെ ഭാഷയുടെ ചരിത്രം, നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ, നമ്മുടെ ഭാഷയുടെ നേട്ടങ്ങൾ, നമ്മുടെ ശ്രേഷ്ഠ ഭാഷ പദവികൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ. പക്ഷേ നമ്മുടെ ഭാഷയുടെ ചരിത്രത്തെ കുറിച്ച് വല്ലതും ചോദിച്ചാൽ നമുക്കറിയില്ല. അതേസമയം ഇംഗ്ലീഷ് ഭാഷയെ കുറിച്ചോ ഹിന്ദിയെ കുറിച്ചോ മറ്റുള്ള ഭാഷകളെ കുറിച്ചാൽ ഒരു പക്ഷേ നമ്മൾക്ക് അതിലുണ്ടായ മഹാന്മാരെ കുറിച്ചും അതിലുണ്ടായിട്ടുള്ള പുസ്തകങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് വിദേശികൾ നമ്മുടെ മലയാള ഭാഷയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടർ എന്ന പാതിരിയാണ് നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് നിഘണ്ടു ഉണ്ടാക്കിയത്. നമുക്ക് മറ്റൊരു രാജ്യത്തുള്ള ജർമ്മൻകാരൻ നമ്മുടെ നാട്ടിൽ വന്ന് മലയാളം പഠിച്ച് മലയാളത്തിന്റെ ആ ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ഭാഷയ്ക്ക് ധാരാളം സംഭാവനകൾ നൽകിയ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ധാരാളം കവികൾ, നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ മഹാകവി വള്ളത്തോൾ പോലെയുള്ള ഒരുപാട് കവികൾ നമ്മുടെ ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ നമ്മുടെ മാതൃഭാഷയെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തറവാട്ടിൽ നിന്ന് നമ്മൾ മാറി, നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകൾ, നമ്മൾ നിൽക്കുന്ന മണ്ണ് നമ്മളെ ചവിട്ടി വിധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. നിങ്ങൾ ഓരോരുത്തർ കേട്ടിട്ടുണ്ടാവും, ജനനീ ജന്മഭൂമിച്ച സ്വർഗാദപി പെരിയസി എന്ന് നമ്മുടെ വാൽമീകി രാമായണത്തിൽ പറയുന്നു. അമ്മയും ജന്മഭൂമിയും സ്വർഗത്തെക്കാൾ മഹത്തരമാണ്. അപ്പോ അമ്മയെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മാതൃഭാഷ. അതുപോലെ തന്നെ എൻ ഭാഷകൻ തറവാട്ടമ്മ അന്നയാം ഭാഷ വിരുന്നുകാരി എന്ന് മറ്റൊരു കവി പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ കവികളെല്ലാം ഓരോ കാലത്തും നമ്മുടെ മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധാരാളം കവിതകളും കഥകളും ലേഖനങ്ങളും നിരൂപണങ്ങളൊക്കെ എഴുതി. അപ്പൊ നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നമ്മുടെ ഭാഷയുടെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കാനും ശ്രമിക്കണം. ഇനിയിപ്പോ നമുക്ക് അപ്പം അങ്ങനെ പറയും, നമ്മൾ നമ്മുടെ ഭാഷ മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ മതിയോ? പോരാ. നമ്മൾ നമ്മുടെ ഭാഷയെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള ഭാഷകളെയും ആ ഭാഷകൾ ഉൾക്കൊള്ളുന്ന സംസ്കാരത്തെയൊക്കെ അംഗീകരിക്കാൻ പഠിക്കും.
നമുക്കറിയാം കേരളം തന്നെ എടുത്തു നോക്കിയാൽ അല്ലേ, കേരളത്തിൽ തന്നെ എത്ര ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരും പറയും ഞാൻ പറയുന്ന ഭാഷയാണ് നല്ലത്, ഞാൻ പറയുന്ന ഭാഷയാണ് നല്ലത്. നമ്മൾ അംഗീകരിക്കണം, സംശയമൊന്നുമില്ലാത്തവർക്ക്. പക്ഷേ നമ്മുടെ പെറ്റമ്മയെ, നമ്മുടെ മാതൃഭാഷയെ മറന്നുകൊണ്ടത് മറ്റു ഭാഷകളുടെ പിന്നാലെ പോകുന്ന പതിവ് നമ്മൾ നിർത്തിയില്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ കേരളവും കേരളത്തിന്റെ സംസ്കാരവും കേരള തനിമയും ഒക്കെ ഇല്ലാതാവുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അപ്പൊ എനിക്ക് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ എവിടെ ചെന്നാലും ഞാൻ മലയാളിയാണ്, എന്റെ ഭാഷ മലയാളമാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ നമ്മൾ തയ്യാറാണ്. മറ്റുള്ള ഭാഷയൊക്കെ നിങ്ങൾ പഠിച്ചോളൂ, ഇത് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഭാഷയുടെ പ്രാധാന്യം കളഞ്ഞുകൊണ്ട് മറ്റൊരു ഭാഷയുടെ പിന്നാലെ നിങ്ങൾ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഭാഷയ്ക്ക് ചന്തമുണ്ട്, ഭംഗിയുണ്ട്, ധാരാളം ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്, നല്ല നല്ല വാക്കുകളുണ്ട്, നല്ല നല്ല പ്രയോഗങ്ങളുണ്ട്, കടങ്കഥകളുണ്ട്, പഴഞ്ചൊല്ലുകളുണ്ട്, കഥകളുണ്ട്, കവിതകളുണ്ട് അല്ലേ? ഇതെല്ലാം നമ്മൾ അറിയാവുന്നിടത്തോളം വായിച്ചു മനസ്സിലാക്കി, നമ്മുടെ ഭാഷയുടെ സൗന്ദര്യം മനസ്സിലാക്കി, നമ്മുടെ കേരള സംസ്കാരം മനസ്സിലാക്കി നിങ്ങൾ നമ്മുടെ മാതൃഭാഷയെ നിലനിർത്താനുള്ള എല്ലാ പരിശ്രമങ്ങളിലും മുന്നിൽ നിൽക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കുറേ നമ്മുടെ മലയാള ഭാഷയെ നിലനിർത്താനുള്ള കുറേ പരിപാടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വഹിക്കുകയാണ്. സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തില് ഭാഷാ പഠനം കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള വിവിധ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലെ നിരക്ഷരതയുടെ തുരുത്തുകൾ കണ്ടെത്തി അവശേഷിക്കുന്ന നിരക്ഷരരെ മാതൃഭാഷയിലെ ലോകത്തെത്തിക്കാനുള്ള അക്ഷര ലക്ഷ്യം 2017 അങ്ങനെ പരിപാടി. മറ്റൊന്ന് അക്ഷരസാഗരം തീരദേശ സാക്ഷരതാ പദ്ധതി, തീരദേശത്തുള്ള ആൾക്കാരെ സാക്ഷരരാക്കുന്നത്, ഇതര സംസ്ഥാനക്കാർക്കുള്ള സാക്ഷരതാ പദ്ധതി, ഭിന്നലിംഗക്കാർക്കുള്ള സാക്ഷരതാ പദ്ധതി, ജയിൽ ജ്യോതി സുരക്ഷ സാക്ഷരതാ പദ്ധതി, പച്ച മലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സ് തുടങ്ങി ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇപ്പോ 2017 മുതൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാള ഭാഷയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചു. ഒന്ന് നോക്കൂ, നമ്മള് സ്വന്തം ഭാഷയാണ്, സ്വന്തം മാതൃഭാഷയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം പരിപാടികളും പദ്ധതികളൊക്കെ കൊണ്ടുവരേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ സംസ്ഥാനം പോയിട്ടു. അപ്പൊ എന്തായാലും നമ്മള് ഏതെല്ലാം അവസരങ്ങൾ എവിടെയൊക്കെ കിട്ടുമോ അവിടെയെല്ലാം നമ്മുടെ മാതൃഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള കർത്തവ്യം. ലോക മാതൃഭാഷാ ദിനമായ ഇന്ന് ഈ മലയാള ഭാഷയുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് കരസ്ഥമായിട്ടൊരു കവിത പറഞ്ഞിട്ടുണ്ട്, എൻ മകൻ ജനിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ചൊല്ലുന്നതിനായി എന്റെ ഭാര്യയുടെ പേരാണ് ഞാൻ ഇംഗ്ലണ്ടിലാക്കി. മകൻ ജനിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് പറയണം. നമ്മുടെ എല്ലാ അമ്മമാരുടെ അച്ഛന്മാരെക്കാൾ ആഗ്രഹം അമ്മമാർക്കാണ്, എനിക്കറിയാം, കാരണം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതാവുന്നത്. അപ്പൊ ജനിക്കുമ്പോൾ തന്നെ എന്റെ കുട്ടി പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പറയണമെന്നാണ് ആഗ്രഹം. അപ്പോ നമ്മുടെ കുഞ്ഞിനി മാഷിനെ കളിയാക്കിയിട്ട് പറഞ്ഞാണ്, അതിന് വേണ്ടിയിട്ട് എന്റെ ഭാര്യയുടെ പേര് ഞാൻ അങ്ങോട്ട് ഇംഗ്ലണ്ടിലാക്കിയാലോ ആലോചിക്കണമെന്ന് കളിയാക്കി പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ മലയാള ഭാഷയ്ക്ക് നിങ്ങളൊക്കെ വളർന്നു വലുതാവുമ്പോൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ മികച്ച നിലവാരത്തിലെത്താനും മലയാള ഭാഷയുടെ ശ്രേയസ് ലോകം മുഴുവൻ എത്തിക്കാനും നിങ്ങളിൽ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.